വികാസവുമേരുനിറ്റേ മാറ്റും മണം മേലെ കുഞ്ഞിരാമനുടെ ആശയിൽ പൂക്കൊരു കാമിനിയായി മാറ്റും മണം മേലെ കുഞ്ഞിരാമനുടെ ആശയിൽ പൂത്തു അല്ലിമലർക്കാവിൽ കൂത്തുകാണാൻ അങ്കവാളുമേന്തി പോയി. നമസ്കാരം, ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളത്തിന് വീണ്ടും അംഗീകാരം. രാജ്യത്തെ മികച്ച മെറൈൻ സംസ്ഥാനം, മികച്ച മെറൈൻ ജില്ല കൊല്ലം. തിരൂർ ഗ്രാമത്തിലെ മോഷ്ടാക്കൾ ശബരിമലയിൽ, 2 പേരെ പോലീസ് പിടികൂടി. കിഫ്ബി 743.37 കോടിയുടെ 32 പദ്ധതികൾക്ക് ധനാനുമതി. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് പയ്യന്നൂർ തിരിതെളിഞ്ഞു. ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ തുണിത്തരങ്ങളുടെ പ്രദർശനം കണ്ണൂരിൽ തുടങ്ങി. 5 കോടിയുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറിയെ പിടികൂടി. മഹാരാഷ്ട്രയിൽ നാടകീയ സംഭവങ്ങൾ. നാട് മുഴുവൻ ഒളിച്ചുപോയി എന്ന് പറയരുത്. വയനാട് ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ച് വി മുരളീധരൻ. യുവതിയെ കൊന്ന കുഴിച്ചുമൂടി. ദൃശ്യം മോഡൽ കൊലപാതകം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി കൊല്ലത്ത്. 24 മണിക്കൂറും കേസ് ഫയൽ ചെയ്യാം. 20 കോച്ചുള്ള വന്ദേ ഭാരത് കേരളത്തിലേക്കും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിൽ നാടകീയ സംഭവ വികാസങ്ങൾ. BJP ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ വിനോദ് താവ്ഡെയെ 5 കോടി രൂപയുമായി പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ പിടികൂടി. പൽഘർ ജില്ലയിലെ ബീരാറിലെ ഹോട്ടലിൽ വെച്ച് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരാണ് BJPയുടെ ദേശീയ നേതാവിനെ പിടികൂടിയത്. ഹോട്ടലിൽ ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. പണം നൽകാനുള്ളവരുടെ പേരടങ്ങുന്ന ഡയറിയും താവ്ഡെയിൽ നിന്നും കണ്ടെത്തിയതാണ് ആരോപണം. ഇത്തരത്തിൽ 2 ഡയറികൾ കണ്ടെത്തിയെന്ന് ബഹുജൻ വികാസ് അഘാഡി നേതാവ് ഹിതേന്ദ്രൻ തക്കൂർ പറഞ്ഞു. 15 കോടി രൂപയാണ് വിതരണം ചെയ്യാൻ പദ്ധതിയിട്ടതെന്നും ഇതിനെക്കുറിച്ച് ഡയറിയിൽ പറയുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പണം വിതരണം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ബഹുജൻ വികാസ് അഘാഡി പ്രവർത്തകർ ഹോട്ടലിലെത്തിയത്. തുടർന്ന് വിനോദ് താവ്ഡെയെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പ്രവർത്തകർ ബാഗിൽ നിന്നും നോട്ടുകെട്ടുകൾ ഉയർത്തി കാണിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പോലീസ് എത്തി വിനോദ് താവ്ഡെയെ സ്ഥലത്തു നിന്നും മാറ്റി. നല്ല സോപാരിയിലെ BJP സ്ഥാനാർത്ഥിയായ രാജൻ നായിക് വോട്ടർമാർക്കായി വിതരണം ചെയ്യാനെത്തിച്ചതാണ് പണമെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP കോടികൾ ഒഴുക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിനോദ് താവ്ഡെ പോലുള്ള മുതിർന്ന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ നേരിട്ട് പങ്കാളികളാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇടപെട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. NCP നേതാവ് സുപ്രിയ സുരെയും BJPക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി. നോട്ട് നിരോധനം നടപ്പിലാക്കിയ BJP തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോടികൾ ഒഴുക്കുന്നത്. ഇവിടെ നിന്നാണ് ഇത്രയും പണം വരുന്നത്. താവ്ഡെയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇതിന്റെ ഭാഗമാവുന്നത് ഞെട്ടിക്കുന്നതാണെന്നും സുരേഖ പറഞ്ഞു. അതേസമയം BJP നേതൃത്വം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച് രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപുള്ള ബഹുജൻ വികാസ് അഘാഡിയുടെ നാടകമാണെന്നും തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാനാണ് താവ്ഡെ ഹോട്ടലിലെത്തിയതെന്നും BJP നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിലെ BJPയുടെ പ്രധാന നേതാവായ വിനോദ് താവ്ഡെ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രധാനിയാണ്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഇന്ത്യയിൽ ആദ്യമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർ രഹിത ഡിജിറ്റൽ കോടതി ഓപ്പൺ ആൻഡ് നെറ്റ്വർക്ക് കൊല്ലത്ത് പ്രവർത്തനം തുടങ്ങി. ബുധനാഴ്ചയാണ് ആദ്യ കേസ് സ്വീകരിക്കുക. പണമടച്ചു തീർക്കൽ നിയമപ്രകാരമുള്ള ചെക്ക് വ്യാപക കേസുകളും കോടതി പരിഗണിക്കും. സുപ്രീം കോടതി ജസ്റ്റിസ് R.A. ഗവായി ആഗസ്റ്റ് 16 ഡിജിറ്റൽ കോടതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ജനങ്ങൾ പുത്തൻ വ്യവഹാര പരിഹാര അനുഭവം നൽകുന്നതാണ് പുതിയ കോടതി. വെബ്സൈറ്റിലൂടെ നിശ്ചിത ഫോമിൽ ഓൺലൈനായാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. കക്ഷികളോ അഭിഭാഷകരോ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ട. കേസിന്റെ നടപടിക്രമങ്ങൾ എല്ലാം ഓൺലൈനായാണ്. പ്രതിക്കുള്ള സമൻസ് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ ഓൺലൈനായി ലഭ്യമാക്കും. കോർട്ട് ഫീസ് പേയ്മെന്റായി ട്രഷറിയിൽ അടയ്ക്കാം. പ്രതിയും ജാമ്യക്കാരും ഓൺലൈനായി ഹാജരായി രേഖ അപ്ലോഡ് ചെയ്ത് ജാമ്യം നേടാം. വിചാരണ
വാദം ഉൾപ്പെടെ എല്ലാം നടപടിക്രമങ്ങളും ഓൺലൈനായാണ്. ഒരു മജിസ്ട്രേറ്റും 3 ജീവനക്കാരും മാത്രമാണ് ഉണ്ടാകുക. കൊല്ലത്തെ 4 കോടതികളിലെ സമാന കേസുകൾ 20 മുതൽ ഡിജിറ്റൽ കോടതിയാകും പരിഗണിക്കുക. പ്രവർത്തനം വിലയിരുത്തി ഡിജിറ്റൽ കോടതി കൂടുതൽ ജില്ലകളിൽ തുടങ്ങും. കോടതിയുടെ പ്രവർത്തനം സംബന്ധിച്ചോ അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കും തിങ്കളാഴ്ച കൊല്ലം ബാർ അസോസിയേഷൻ ഹാളിൽ പരിശീലനം നൽകി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം പയ്യന്നൂർ AKSS GVHSSൽ രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയുടെ മനസ്സിനെ ഭ്രാന്തമാക്കുന്ന മയക്കുമരുന്ന് ഉൾപ്പെടെ പലതും രംഗത്ത് വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ കുട്ടികളുടെ മനസ്സാണ് ഏറ്റവും അമൂല്യമായ നിധി. വളർന്നു വരുന്ന തലമുറയുടെ മനസ്സ് വിശുദ്ധമാക്കുന്നതിൽ കലാപ്രവർത്തനത്തിന് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത പ്രമോദ് വേങ്ങരയെ ചടങ്ങിൽ ആദരിച്ചു. TA മധുസൂദനൻ MLA അധ്യക്ഷനായി. M വിജിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി എന്നിവർ മുഖ്യ അതിഥികളായി. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ KV ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ C ജയ, TP സമീറ, വാർഡ് കൗൺസിലർ ചന്ദ്രൻ മണിയറ, കണ്ണൂർ DDO KN ബാബു, മഹേശ്വരി പ്രസാദ്, കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, VHC അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി, SSK ജില്ലാ പ്രൊജക്ട് ഓഫീസർ EC വിനോദ്, താളിപ്പറമ്പ് DEO ഇൻചാർജ് K മനോജ്, പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി AK അനൂപ് കുമാർ, താളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ ഫോറം കൺവീനർ S സുബേർ, പയ്യന്നൂർ AKS GVHSS പ്രിൻസിപ്പൽ MP സതീഷ് കുമാർ, പ്രധാന അധ്യാപിക K ശ്രീലത, PTA പ്രസിഡന്റ് M ചന്ദ്രൻ, സ്വീകരണ കമ്മിറ്റി കൺവീനർ K മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂരിലെ 16 വേദികളിലായി 319 ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കുന്നു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 15 ഉപജില്ലകളിലെ 10,695 പ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. നവംബർ 23 വരെയാണ് കലോത്സവം. 23 വൈകിട്ട് സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ ഉദ്ഘാടനം ചെയ്യും. TA മധുസൂദനൻ MLA അധ്യക്ഷനാകും. മമതയുടെ കവചങ്ങളെല്ലാം ത്യജിച്ചിത വിമതയുടെ മാർക്കട്ടമാറി ധരിച്ചവർ മഹാകാളിയായി അവതരിത്തായേ ശരേ ശിനം കൊണ്ട ഈശനിൽ ഷഡൈതനിൽ ഉദിത്തവളേ ശരേ ശിനം കൊണ്ട ഈശനിൽ ഷഡൈതനിൽ ഉദിത്തവളേ ശരേ ശിനം കൊണ്ട ഈശനിൽ ഷഡൈതനിൽ ഉദിത്തവളേ മഹാകാളിയായി അവതരിതായേ പൗമാരി ഗമരി ശരണടൈതേനരുൾവായി മഹാദേവൻ പുതൽവി ഓം കാളികേ ഘോരരൂപാധേ സർവകാമഫലപ്രദേ ഓം കാളികേ ഘോരരൂപാധേ സർവകാമഫലപ്രദേ ഓം കാളി. യുവതിയെ കൊന്നുകുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മി 48-നെയാണ് കൊലപ്പെടുത്തിയത്.
വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം വിവരം പുറത്തറിയുന്നത്. പ്രതി ജയചന്ദ്രനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്ലെയർ കൊണ്ട് തലക്കടിച്ചാണ് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ കൊലപ്പെടുത്തിയത്. തുടർന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടിൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. നവംബർ 7 രാത്രിയാണ് വിജയലക്ഷ്മി കൊല ചെയ്യപ്പെടുന്നത്. പോലീസ് പറഞ്ഞു. 13-ാം തീയതിയിലാണ് ഇവരെ കാണാനില്ലെന്ന് പരാതി പോലീസിന് ലഭിക്കുന്നത്. നവംബർ 6 മുതൽ കാണാനില്ലെന്നായിരുന്നു പരാതി. അമ്പലപ്പുഴ കാരൂർ സ്വദേശിയാണ് പിടിയിലായ ജയചന്ദ്രൻ. ഇയാളുടെ വീടിന് സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ദൃക്സാക്ഷിമൊഴിയുമാണ് പ്രതിയെ കുടുക്കാൻ സഹായിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. എറണാകുളത്തെത്തിയ പ്രതി വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ഇടുകയായിരുന്നു. ഇങ്ങനെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമം നടന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ലോക ഫിഷറീസ് ദിനത്തോടനുബന്ധിച്ചുള്ള കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മെറൈൻ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും മികച്ച മെറൈൻ ജില്ലകൾക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ല കരസ്ഥമാക്കി. മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. സമുദ്ര മത്സ്യ ഉൽപാദനത്തിലെ വർധനവ്, മത്സ്യത്തൊഴിലാളികൾക്കായും മത്സ്യമേഖലയിലെ വികസനത്തിനുമായുള്ള തനത് പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സുതാര്യവും സമയബന്ധിതവുമായ നടത്തിപ്പ് തുടങ്ങിയവയിലെ മികവാണ് കേരളത്തെ ഒന്നാമതെത്തിച്ചത്. തീരദേശത്തെ ചേർത്ത് പിടിച്ചതിന് ലഭിച്ച അംഗീകാരം. മന്ത്രി സജി ചെറിയാൻ തീരദേശത്തെ സാമൂഹ്യ വികസനത്തിന്റെ കാര്യത്തിലും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കാനും സർക്കാർ നടത്തിയ നടപടികളുടെ പ്രതിഫലനമാണ് ഏറ്റവും മികച്ച മെറൈൻ സംസ്ഥാനം, മെറൈൻ ജില്ല എന്നീ പുരസ്കാരങ്ങളാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയിലെ വിവിധ ഘടകങ്ങളെ സംയോജിപ്പിച്ച് സമഗ്രമായ ഒരു മാറ്റം സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനേറെ പ്രചോദനമാണ് ഈ പുരസ്കാരം. ഈ നേട്ടത്തിനായി കൂട്ടായ പരിശ്രമം നടത്തിയ മുഴുവൻ ഉദ്യോഗസ്ഥരെയും മത്സ്യത്തൊഴിലാളി സംഘടനകളെയും അഭിനന്ദിക്കുന്നതായും മന്ത്രി അറിയിച്ചു. വിജയാഹ്ലാദ റാലി നടത്തി. സംസ്ഥാനതല ശാസ്ത്രമേളയിൽ മിന്നും വിജയം കൈവരിച്ച കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചുകൊണ്ട് വിജയാഹ്ലാദ റാലി നടത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച 3ാമത്തെ വിദ്യാലയമായി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്ഥാന ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ വിഭാഗത്തിൽ മനോമി സന്തോഷ്, അനുനന്ദ വിനു എന്നിവരുടെ ടീം 2ാം സ്ഥാനം നേടിക്കൊണ്ട് സൗത്ത് ഇന്ത്യ തലത്തിലേക്ക് മത്സരിക്കാൻ അർഹത നേടി. വർക്കിംഗ് മോഡൽ വിഭാഗത്തിൽ ദിജിൻ ദിലീപ്, ശ്രീഹരി പി എന്നിവരും ടീമും, ഇംപ്രൂവൈസ്ഡ് എക്സ്പെരിമെന്റ് വിഭാഗത്തിൽ ശിവന്യ വിനോദൻ, അലീന കെ പി എന്നിവരും ടീമും ഗ്രേഡ് നേടി. പ്രവൃത്തി പരിചയമേളയിൽ അനിക രാമകൃഷ്ണൻ, സിദ്ദർശ്, ശ്രാവൺ പി തുടങ്ങിയവർ സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടി. കായികമേളയിൽ ജില്ലയിലെ ഏറ്റവും വേഗം കൂടിയ താരമായ അമേജിത് PV സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഹാദി മുഹമ്മദ് അലി, ആഷ്ലിൻ TK എന്നിവരും സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ തുടർച്ചയായി 16 തവണ ചാമ്പ്യന്മാരായ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും നേടി. ശാസ്ത്രമേളയ്ക്ക് നേതൃത്വം നൽകിയ അധ്യാപകൻ CP പ്രമോദിനെയും അനുമോദിച്ചു. വിജയാഹ്ലാദ റാലി ഹെഡ്മാസ്റ്റർ KV മനോജ്, PTA പ്രസിഡന്റ് സുനിൽ K, മദർ PTA പ്രസിഡന്റ് ഫാത്തിമ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് C ഗീത, അധ്യാപകരായ PP റക്കീഫ് അലി, C ഷാജി, C മനീഷ്, P ജനു, V സീമ, V മിനി, ഷൈനി NN, മൃദുൽ K പ്രണവ്, അർപ്പിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതും സാമ്പത്തിക സഹായം നൽകാത്തതും ന്യായീകരിച്ചു മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാട് മൊത്തം ഒലിച്ചുപോയി എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയെന്ന് പറയുന്നത് ശരിയല്ല. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകൾ മാത്രമാണ് ഉരുൾപൊട്ടലിൽ നശിച്ചത്. നാട് മുഴുവൻ എന്ന് പറയുന്നത് പണം ചെലവാക്കാൻ നാട്ടിൽ നിയമമുണ്ട്, മുരളീധരൻ പറഞ്ഞു. വയനാടിന് അധിക ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാം എന്ന പ്രതീക്ഷയുള്ള ഹർത്താൽ നാടകം എന്നും മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളം കണക്ക് നൽകാത്തത് കൊണ്ടാണ് പുനരധിവാസത്തിനുൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം അനുവദിക്കാത്തതെന്ന് കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തിരുട്ട് ഗ്രാമത്തിലെ മോഷ്ടാക്കൾ ശബരിമലയിൽ പിടിയിലായി. കറുപ്പുസ്വാമി, വസന്ത് എന്നിവരെയാണ്
പോലീസ് പിടികൂടിയത്. സംശയം തോന്നിയതിനെ തുടർന്ന് ഇരുവരെയും ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിനിടെ രണ്ടുപേരും ജോലിക്കായി എത്തിയവരാണെന്ന് പറഞ്ഞുവെങ്കിലും അത് തെളിയിക്കുന്ന രേഖകളൊന്നും മോഷ്ടാക്കളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. തുടർന്ന് സ്ഥലത്ത് നിന്നും മടങ്ങിപ്പോകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടെങ്കിലും അതുണ്ടായില്ല. പിന്നീട് കാട്ടിൽ ഒളിച്ച ഇരുവരും മോഷണം നടത്തുന്നതിനിടെയാണ് പിടികൂടിയതെന്ന് പോലീസ് പറയുന്നു. രണ്ടുപേരെയും റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇരുവരും തിരുട്ടും ഗ്രാമത്തിലുള്ളവരാണെന്നും നിരവധി കേസുകൾ ഇവരുടെ പേരിലുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. മഴവില്ല് സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് 20-ന് തുടക്കമാകും. അഴീക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി മഴവില്ലിന്റെ ഭാഗമായി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് നവംബർ 20-ന് തുടക്കമാകുമെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളും തമ്മിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് എം.എൽ.എ. പറഞ്ഞു. കുട്ടികളിലെ കായികാഭിരുചി വളർത്തുന്നതിനും പഠനത്തിനൊപ്പം അവരെ മികച്ച വ്യക്തികളാക്കാനും ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ വഴിതിരിച്ചുവിടാനും ഇത്തരം പദ്ധതികൾക്ക് സാധിക്കും. വരുന്ന വർഷങ്ങളിൽ സംഗീതം ഉൾപ്പെടെയുള്ള കൂടുതൽ വിഷയങ്ങളിൽ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ സ്കൂളുകൾ തമ്മിൽ മത്സരം നടന്നതിനു ശേഷം മണ്ഡലതലത്തിൽ മത്സരങ്ങൾ നടക്കും. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പഞ്ചായത്ത് തലത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ വിജയിക്കുന്നവർ മണ്ഡലതലത്തിൽ ഏറ്റുമുട്ടും. എല്ലാ വിഭാഗങ്ങളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ടീമുകൾ ഉണ്ടാകും. പഞ്ചായത്ത് തല മത്സരത്തിലെ വിജയിക്ക് പഞ്ചായത്ത് കപ്പും മണ്ഡലതല വിജയിക്ക് MLA കപ്പും നൽകും. വ്യക്തിഗത ചാമ്പ്യന്മാർക്ക് മൊമന്റോയും നൽകും. പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനവും ഉണ്ടാകും. 100-ലധികം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. പഞ്ചായത്ത് തല മത്സരങ്ങൾ നവംബർ 25-ന് പൂർത്തിയാക്കും. 25 മുതൽ മണ്ഡലതല മത്സരങ്ങൾ ആരംഭിക്കും. പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫുട്ബോൾ അടങ്ങിയ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. PR ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K. രമേശൻ, അഴീക്കോട് മണ്ഡലം വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ KP ജയബാലൻ എന്നിവരും പങ്കെടുത്തു. ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ തുണിത്തരങ്ങളുടെ പ്രദർശനം കണ്ണൂരിൽ തുടങ്ങി. 1924-ൽ ലണ്ടനിലെ വെംബ്ലി എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരമ്പരാഗത തുണിത്തരങ്ങളുടെ പ്രത്യേക പ്രദർശനം കൈത്തറി മ്യൂസിയത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ തുണിത്തരങ്ങൾ 100 വർഷങ്ങൾക്ക് ശേഷമാണ് ലോക പൈതൃക വാരാചരണത്തിന്റെ ഭാഗമായി ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. ഗോൾഡൻ എംബ്രോയിഡറി ടേബിൾ മാറ്റ്, അലങ്കാരപ്പായ ഡോയിലി, പർപ്പിൾ സെന്റർ എംബ്രോയിഡറി ലേസ്, കോർസെറ്റ് എന്നിവ പ്രദർശനത്തിലുണ്ട്. പ്രദർശനം 20-നും ഉണ്ടാവും. ചരിത്ര സ്മൃതികൾ കാത്തു സൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയോട് കാണിക്കേണ്ട ചരിത്രപരമായ ധർമ്മമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ലോക പൈതൃക വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യാമ്പലം കൈത്തറി മ്യൂസിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 8 വർഷത്തിനിടെ സംസ്ഥാനത്തുടനീളം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ 22 മ്യൂസിയങ്ങൾ സ്ഥാപിച്ചതായി മന്ത്രി പറഞ്ഞു. മ്യൂസിയങ്ങൾ ഇല്ലാതിരുന്ന കണ്ണൂരിൽ 7ഓളം മ്യൂസിയങ്ങളുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. കണ്ണൂരിൽ കൈത്തറി മ്യൂസിയം, പയ്യന്നൂരിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം, കണ്ണൂർ സയൻസ് പാർക്കിലെ പുരാരേഖ മ്യൂസിയം, കണ്ടോന്താറിൽ പ്രാദേശിക ചരിത്ര മ്യൂസിയം എന്നിവ നാടിന് സമർപ്പിച്ചു. പെരളശ്ശേരിയിലെ AKG സ്മൃതി മ്യൂസിയം, കടന്നപ്പള്ളിയിലെ തെയ്യം മ്യൂസിയം, ചെമ്പന്തൊട്ടിയിലെ ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം എന്നിവ നിർമ്മാണത്തിലാണ്. കഥ പറയുന്ന മ്യൂസിയങ്ങളായാണിവ സജ്ജീകരിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. കോർപ്പറേഷൻ കൗൺസിലർ PV ജയസൂര്യൻ, കൈത്തറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ, കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു, മ്യൂസിയം മൃഗശാല വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് PS മഞ്ജുളാദേവി, ഹാൻഡ്വീവ് MD അരുണാചലം സുകുമാർ, ഹാൻഡ്വീവ് ഡയറക്ടർ താവം ബാലകൃഷ്ണൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, കോഴിക്കോട് കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി ആൻഡ് മ്യൂസിയം സൂപ്രണ്ട് PS പ്രിയരാജൻ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വെള്ളോറ രാജൻ, M ഉണ്ണികൃഷ്ണൻ, രാകേഷ് മന്തമ്മേത്ത്, അസ്ലം പിലാക്കിൽ എന്നിവർ സംസാരിച്ചു. മലബാറിന്റെ പൈതൃകം എന്ന വിഷയത്തിൽ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായി പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു.
നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ശേഷിപ്പുകളും ചരിത്ര സ്മാരകങ്ങളും രേഖകളുമെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിനുള്ള കാര്യക്ഷമവും സമഗ്രവുമായ ഇടപെടലുകളാണ് സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രേഖ നൽകുന്നത്. നമ്മുടെ ചരിത്രവും സംസ്കാരവും പൈതൃകമെല്ലാം മാറ്റിയെഴുതാനോ തമസ്കരിക്കാനോ തിരോഭിതമാക്കാനോ ഉള്ള ചെറുതും വലുതുമായ രൗദ്രഭാവങ്ങൾ നമ്മൾ എവിടെയും ഇവിടെയും കാണുകയാണ്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ചരിത്രത്തിലെ നേസാക്ഷ്യങ്ങളായി ഇത്തരം ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ അനിവാര്യമായ ദൗത്യമാണ്. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ചരിത്ര സത്യങ്ങളെ തിരസ്കരിക്കാൻ ആർക്കും സാധ്യമല്ല, ഏത് സാഹചര്യങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് ഈ പഴയ ചരിത്ര സംഭവങ്ങൾ, ചരിത്ര സ്മൃതികൾ സൂക്ഷിക്കേണ്ടത് പുതിയ തലമുറയോട് കാണിക്കേണ്ട ഒരു ചരിത്രപരമായ ധർമ്മനിർവഹണത്തിൻ്റെ ഒരു ഭാഗമാണ്. കുറെ കഴിഞ്ഞാൽ ആരായിരിക്കും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് മുന്നണി പോരാളികൾ? ആരാണ് രാഷ്ട്രപിതാവ്? ആരാണ് ആദ്യത്തെ യൂണിയൻ പ്രസിഡന്റ്? ആരാണ് ആദ്യത്തെ രാജ്യത്തെ പ്രധാനമന്ത്രി? ആരാണ് പ്രതിപക്ഷ? ചരിത്രമെഴുതി ISRO ജിസാറ്റുമായി പറന്നുയർന്ന് മസ്കിന്റെ ഫാൽക്കൺ 9 വിക്ഷേപണം വിജയം. ISROയുടെ അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് 20 വിജയകരമായി വിക്ഷേപിച്ചു. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12:01 ഫ്ലോറിഡയിലെ കേപ്പ് കനാവറലിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ജിസാറ്റുമായി പറന്നുയർന്നത്. 34 മിനിറ്റുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ ഭാരം 4700 കിലോഗ്രാമാണ്. ISROയുടെ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ LVM-3യുടെ പരമാവധി വാഹക ശേഷിയേക്കാൾ കൂടുതലാണ് ഈ ഭാരം. അതിനാലാണ് വിക്ഷേപണത്തിന് സ്പേസ് എക്സിന്റെ സഹായം തേടിയത്. ടെലികോം ഉപഭോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ ജിസാറ്റ് 20 സഹായിക്കും. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്നതിന് ജിസാറ്റ് 20 ഉപഗ്രഹം സഹായിക്കും. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും അതിവേഗ കണക്ടിവിറ്റി നടത്തും. വിമാനങ്ങൾക്കുള്ളിലെ ഇന്റർനെറ്റ് സേവനം ഒരുക്കുന്നതിനും ഇത് സഹായിക്കും. റെയിൽവേ ഗേറ്റുകൾ വൈദ്യുതിയിലേക്ക് സ്വിച്ചിട്ടാൽ അടയ്ക്കും തുറയ്ക്കും. ലെവൽ ക്രോസുകളിൽ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ ഗേറ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി. സ്വിച്ചിട്ടാൽ ഗേറ്റ് പൊങ്ങുകയും താഴുകയും ചെയ്യും. പാലക്കാട് ഡിവിഷനിലെ രണ്ടാമത്തെ ഇലക്ട്രിക് ലിഫ്റ്റിംഗ് ബാരിയർ ആർപ്പാംതോടിലെ ചിറക്കൽ ഗേറ്റിൽ കമ്മീഷൻ ചെയ്തു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:35 തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ആദ്യ വണ്ടിയായി ഗേറ്റ് വഴി കടന്നുപോയി. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഗേറ്റ് ഉയരാനും താഴാനും 10 സെക്കൻഡ് മതി. മെക്കാനിക്കൽ ഗേറ്റ് 1 മിനിറ്റിലധികം എടുക്കും. പാലക്കാട് ഡിവിഷനിലെ 134 ഗേറ്റുകളിൽ പരപ്പനങ്ങാടി കടലുണ്ടി സ്റ്റേഷനുകൾക്കിടയിലാണ് ആദ്യ ELB വന്നത്. 30 ലെവൽ ക്രോസുകളിൽ ELB ആയി ഉയർത്താനുള്ള പദ്ധതി വരുന്നുണ്ട്. ഇതിൽ 10 ഗേറ്റുകൾ കണ്ണൂരിനും മംഗളൂരുവിനും ഇടയിൽ വരും. തിരുവനന്തപുരം ഡിവിഷനിൽ നിലവിൽ 2 ഗേറ്റുകൾ ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നു. ഇലക്ട്രിക്കൽ ഗേറ്റിന്റെ മേന്മ ഗേറ്റ് കീപ്പറുടെ ശാരീരികാധ്വാനം കുറയും. റെയിൽ ഗതാഗതത്തിലെ സുരക്ഷയും കാര്യക്ഷമതയും കൂടും. റോഡിലെ വാഹനയാത്രക്കാർക്ക് അധിക സമയം ക്യൂ നിൽക്കേണ്ട. മോട്ടോർ അടക്കം അറ്റകുറ്റപ്പണി എളുപ്പത്തിൽ ചെയ്യാം. മെക്കാനിക്കൽ സാങ്കേതികതയിലെ പിഴവുകൾ ഒഴിവാകും. ശ്രദ്ധിക്കേണ്ടത് വേഗത്തിൽ ഗേറ്റ് അടയുന്നതിനാൽ പാളം മുറിച്ചു കടക്കുന്ന വാഹനങ്ങളും കാൽനടയാത്രക്കാരും ശ്രദ്ധിക്കണം. വണ്ടി വരുന്നതിന് മുൻപ് ഗേറ്റിൽ ശബ്ദത്തോടെ അലാറം മുഴങ്ങും. വണ്ടി പോയി 1 മിനിറ്റ് കഴിഞ്ഞാൽ ശബ്ദത്തോടെ ഗേറ്റ് തുറക്കും. IRPC പാലിയേറ്റീവ് പരിചരണ പരിശീലനം തുടങ്ങും. സാന്ത്വന കേന്ദ്രത്തിൽ പാലിയേറ്റീവ് പരിചരണ പരിശീലനം തുടങ്ങാൻ IRPC വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. വളണ്ടിയർ ഹോം കെയർ വ്യാപകമാക്കാനും നഴ്സസ് ഹോം കെയർ, ഡോക്ടേഴ്സ് ഹോം കെയർ ആവശ്യാനുസരണം രോഗികൾക്ക് ലഭ്യമാക്കാനും പ്രത്യേക സംവിധാനമൊരുക്കും. IRPC സാന്ത്വന കേന്ദ്രത്തിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് പരിചരണ രോഗി കുടുംബ സംഗമങ്ങൾ, ക്യാൻസർ ഫോളോ അപ്പ് ക്യാമ്പ്, വയോജന കൂട്ടായ്മകൾ എന്നിവ സംഘടിപ്പിക്കും. ആദിവാസി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ സ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ് ആരംഭിക്കും. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ M പ്രകാശൻ അധ്യക്ഷനായി. സെക്രട്ടറി KV മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ടും ട്രഷറർ CM സത്യൻ കണക്കും അവതരിപ്പിച്ചു. P പുരുഷോത്തമൻ, ഡോക്ടർ KP ബാലകൃഷ്ണ പൊതുവാൾ, KC ഹരികൃഷ്ണൻ, VV പ്രീത, PM സാജിദ്, M സഹദേവൻ, ഡോക്ടർ ഹരിദാസ്, KV ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരവാഹികൾ P ജയരാജൻ, ഉപദേശക സമിതി ചെയർമാൻ; P പുരുഷോത്തമൻ, ഡോക്ടർ KP ബാലകൃഷ്ണ പൊതുവാൾ, ഉപദേശക സമിതി അംഗം; M പ്രകാശൻ, ചെയർമാൻ; PM സാജിദ്, വൈസ് ചെയർമാൻ; KV മുഹമ്മദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി; VV പ്രീത, അസിസ്റ്റന്റ് സെക്രട്ടറി; CM സത്യൻ, ട്രഷറർ.
20 കോച്ചുള്ള വന്ദേ ഭാരത് കേരളത്തിലേക്കും വരുന്നു. നിലവിൽ 8 കോച്ചുള്ള വന്ദേ ഭാരതിനു പകരമാണ് 20 കോച്ചുള്ളവ വരുന്നത്. നിലവിൽ ആലപ്പുഴ വഴി ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതത്തിനു പകരമാണ് പുതിയ തീവണ്ടി ഓടുക. നിലവിൽ റെയിൽവേ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഒക്കുപ്പൻസി 200% വണ്ടിയാണിത്. 100 സീറ്റുള്ള വണ്ടിയിൽ കയറിയും ഇറങ്ങിയും 200 യാത്രക്കാർ സീറ്റ് ഉപയോഗിക്കുന്നുവെന്നാണ് കണക്ക്. മംഗളൂരു തിരുവനന്തപുരം വണ്ടിയിലെ 474 സീറ്റും എപ്പോഴും യാത്രക്കാരുമായാണ് ഓടുന്നത്. 20 റേക്കായാൽ 1246 സീറ്റിലധികം ഉണ്ടാകും. 20 കോച്ചുള്ള വന്ദേ ഭാരതുകൾ അടുത്തിടെയാണ് റെയിൽവേ അവതരിപ്പിച്ചത്. പുതിയതായി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്നിറങ്ങിയ 2 വന്ദേ ഭാരതുകൾ കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേക്ക് കൈമാറി. നിലവിൽ 8 റേക്കിൽ ഓടുന്ന തിരുവനന്തപുരം മംഗളൂരു തിരുനെൽവേലി ചെന്നൈ വന്ദേ ഭാരതുകൾക്കാണ് പരിഗണന. 16 കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതിലെ 1016 സീറ്റും എപ്പോഴും യാത്രക്കാരുമായാണ് ഓടുന്നത്. റെയിൽവേയുടെ കണക്കനുസരിച്ച് 100% ഒക്കുപ്പൻസിയുള്ള 17 വണ്ടികളിൽ ഏറ്റവും മുന്നിലാണ് ഈ വണ്ടി. വയനാട് ഹർത്താൽ പൂർണ്ണം. UDF-ഉം LDF-ഉം പ്രഖ്യാപിച്ച ഹർത്താലിൽ വയനാട് നിശ്ചലം. 12 മണിക്കൂർ ഹർത്താലിന്റെ ഭാഗമായി പ്രതിഷേധക്കാർ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു. ഹർത്താലാണെന്ന് അറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് അതിർത്തികളിൽ കുടുങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനോടനുബന്ധിച്ചുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ വീഴ്ചകൾക്കെതിരെയാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെന്നത് ഉൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെയാണ് LDF ഹർത്താൽ. വയനാട് ദുരന്തബാധിതർക്കുള്ള കേന്ദ്രത്തിന്റെ അധിക ധനസഹായത്തിന്റെ പേരിൽ ഇന്ത്യ സഖ്യം വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. അധിക ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാം എന്ന പ്രതീക്ഷയിലുള്ള ഹർത്താൽ നാടകമാണ് വയനാട്ടിൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കരട് വാർഡ് വിഭജന റിപ്പോർട്ട് പരാതികൾ ഡിസംബർ 1 വരെ നൽകാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജന റിപ്പോർട്ടിനെ കുറിച്ചുള്ള പരാതികൾ ഡിസംബർ 1 വരെ സമർപ്പിക്കാം. ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിലാണ് പരാതികൾ നൽകേണ്ടത്. ദേശീയ, സംസ്ഥാന തലത്തിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് റിപ്പോർട്ടിന്റെ 3 പകർപ്പുകൾ സൗജന്യമായി തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കും. മറ്റുള്ളവർക്ക് പേജ് 1-ന് 3 രൂപയും GST-യും എന്ന നിരക്കിൽ ലഭിക്കുന്നതാണ്. വെബ്സൈറ്റിലും റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. അരുണിമക്ക് ഡോക്ടറേറ്റ്. തലശ്ശേരി മേലൂർ കടവ് റോഡിൽ അറക്കൽ ഹൗസിൽ ദ്വാരകയിൽ പരേതനായ കിരാലി ബാലചന്ദ്രന്റെയും ഗീത M ബാലചന്ദ്രന്റെയും മകൾ അരുണിമക്ക് ഡോക്ടറേറ്റ് ലഭിച്ചു. പൂനെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിൽ നിന്ന് കെമിസ്ട്രിയിലാണ് PhD ലഭിച്ചത്. സഹോദരങ്ങൾ ആനന്ദ്, അരവിന്ദ്. ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ സാദിഖലി തങ്ങളെക്കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു. ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞു തുള്ളലാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല പോലും. പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖലി തങ്ങളെ കുറിച്ചാണ്. സാദിഖലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയോടും SDPIയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിഖലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ, പങ്കില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത്? സ്വാഭാവികമല്ലേ. ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ? സാദിഖലി തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ? സാദിഖലി തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെലവാകൂ? ആരെങ്കിലും അംഗീകരിക്കൂ? ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ ഒരു വെപ്രാളം ഉണ്ടായത്? ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത്? ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയോ? ആ ഭാഷ ആരുടേതാണ്? അത് ചിന്തിക്കണം. അത് തീവ്രവാദികളുടേതാണ്. ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത്. അതേ അവരോട് പറയാനുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ. ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.